ഗുഡ് മോർണിംഗ്. നമ്മൾ ICT ആണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് നിങ്ങൾക്ക് അറിയായിരുന്നു, സിലബസ് ബേസിലായിട്ടുള്ള ഒരു മൊഡ്യൂൾ വൈസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിലബസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ടോപ്പിക് വൈസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകാനും സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി ഇരിക്കാം. പിന്നെ പറ്റുമെങ്കിൽ ഒരു പേപ്പർ, ഒരു പേനൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെയധികം ഉപകാരം ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, അറ്റൻറ്റീവ് ആവുക. ജസ്റ്റ് കേട്ടിരുന്നാൽ പോരാ, നിങ്ങളുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കൂടി ഇതിൽ വേണം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ആദ്യം എന്താണ് ഡെസിമൽ, എന്താണ് ബൈനറി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് കമ്പ്യൂട്ടിങ്ങിൽ അത്രേ ഉള്ളൂ. പിന്നെ ഹെക്സാഡെസിമൽ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതൊന്നും അത്ര സീരിയസ് ആയിട്ട് നമുക്ക് ഇതിലില്ല. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്ന് ഡെസിമൽ ടു ബൈനറി കൺവേർഷനും രണ്ടാമത് ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സിലബസിൽ ഇതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവശ്യപ്പെട്ടതുപോലെ നമ്മളിത് പഠിക്കുന്നത് എപ്പോഴും ഗുണകരമാവും. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണമെങ്കിൽ നന്നായി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് എന്താണ് നമ്പർ സിസ്റ്റം എന്ന് നോക്കാം. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാറുള്ളത്. രണ്ട് തരത്തിലുള്ള പിന്നെ കമ്പ്യൂട്ടറിലല്ല കമ്പ്യൂട്ടിങ്ങിന് കണക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിലൊന്ന് ഡെസിമൽ ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ബേസ് 10 എന്നാണ്, ബേസ് 10 എന്ന രീതിയിലൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ ബൈനറി ആണ്, ബൈനറി. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണക്കൂട്ടുന്ന 0 to 9 അല്ലെ, 0 to 9 എന്ന് പറയുന്ന സാധാരണ നമ്മൾ നമ്പറിങ്ങിന് ഉപയോഗിക്കുന്ന ഡിജിറ്റ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുക. അത് 1 to 10, 11, 12 അങ്ങനെ എത്രയും നമുക്ക് എന്ത് ചെയ്യാം, ആകാം. ബൈനറി എന്ന് പറയുന്നത് രണ്ട് ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യാറുള്ളത്. 0, 1 എന്ന് പറയുന്ന രണ്ട് നമ്പറാണ് അതിന് വേണ്ടിയിട്ട് ബൈനറിയിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ബേസ് 2 ആണ്. രണ്ട് നമ്പേഴ്സ് മാത്രമാണ് ഈ ഒരു ബൈനറി കമ്പ്യൂട്ടിങ്ങിന്, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റിലൊക്കെ ബൈനറി ലാംഗ്വേജ് ആണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0, 1 ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത്, ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ്, നമ്മൾ സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, അത് ഫ്രാക്ഷനുള്ള നമ്പേഴ്സ് ഉണ്ടാവും, പോയിന്റ് ഉള്ള എന്താണ് പോയിന്റ്സ് ഉള്ള നമ്പർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ സാധാ നമ്പേഴ്സ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ ആണ്. ഇപ്പോൾ വോൾ നമ്പേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വോൾ നമ്പേഴ്സ് ഉണ്ട്. അത് ഇങ്ങനെയൊന്നും മാത്സ് ക്ലാസ് ആണ്, ഇങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇല്ല എന്നറിയാം. അതുകൊണ്ടാണ് ടേബിൾ വൈസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അതെങ്ങനെയാണ് പിന്നെ 1010 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു പിന്നെ ഒരു പേപ്പറും പേനയും നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചോളൂ. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും, എൻ്റെ അടുത്ത് ഈ ഒരു ടച്ചിന്റെ ഒരു പാഡ് ഇല്ല, ടച്ച് പാഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതി എഴുതി എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കാണും. ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാലൊന്നും കാര്യമില്ല. കാരണം നമ്മൾ എന്ത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ റിമൈൻഡർ എഴുതി വെക്കണം. പിന്നീട് എന്ത് ചെയ്യണം, ആ കിട്ടിയ ആൻസർ പിന്നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ എത്ര നമ്മൾ ഡിവൈഡ് ചെയ്ത് 0 എത്തുന്നോ അതുവരെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിവിടെ വളരെ എളുപ്പത്തിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 25 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക്, ഡെസിമൽ നമ്പർ നിങ്ങൾക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ,
അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ 25 ആണ് അല്ലേ, 25 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 25 ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് എത്ര വരിക, 12 വരിക അല്ലേ, 12 വരിക. റിമൈൻഡർ എത്ര വരും, 1 വരും. റിമൈൻഡർ 1 വരും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഏതാ, ഈ 12 ഇവിടെ എടുത്തെഴുതാം. ഓക്കെ, 12 ഡിവൈഡ് എടുത്തെഴുതാം. അതെന്താണ് ചെയ്യാം, അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പരമാവധി പിന്നെ ഡിവൈഡ് ചെയ്ത് ഈ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. 2 എന്ത് ചെയ്യണം, പരമാവധി ഡിവൈഡ് ചെയ്ത് അവസാനം 2ന് ഒരു ഡിവിസിബിൾ ഇല്ലാത്തൊരവസ്ഥ എത്തുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 2 പറയുമ്പോൾ എത്ര വരിക, 6 ആണ് വരിക അല്ലേ. റിമൈൻഡർ എത്ര വരിക, 0 ആണ് വരിക അല്ലേ. പിന്നീട് നമ്മളിവിടെ എടുത്ത് എഴുതേണ്ടത് ഏതാ, 6 ആണ്. ഇവിടെ എടുത്ത് 6 എഴുതണം. 6ൽ 2 എത്ര പ്രാവശ്യം പോവും, 3 പ്രാവശ്യമാണ് പോവുക അല്ലേ. അപ്പോൾ റിമൈൻഡർ എത്ര വരിക, 0 ആണ് പോവുക അല്ലേ. ഇനി 3 എന്നുള്ളത് എന്ത് ചെയ്യാം, ഇവിടെ എടുത്ത് എഴുതാം. ഇതൊന്നുകൂടി പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്. 3ൽ 2 ഒരു പ്രാവശ്യമാണ് പോവുക അല്ലേ. അത് പിന്നെ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ 25ൽ 12 പ്രാവശ്യമാണ് 2 പോവുക, 12ൽ 6 പ്രാവശ്യമാണ് 25ൽ 12 പ്രാവശ്യമാണ് 2 പോകുന്നത്. റിമൈൻഡർ 1 ആണ് അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ഈ 12 ഇങ്ങോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, 12 ഡിവൈഡ് ബൈ 2 6 ആണ്. റിമൈൻഡർ എത്ര, 0 അല്ലേ. ഇനി 6 എടുത്തു, 6 ഡിവൈഡ് ബൈ 2 എത്ര, 3 ആണ്. റിമൈൻഡർ 0. ഇനി 3 ഡിവൈഡ് ബൈ 2 എത്ര, 1 ആണ്. റിമൈൻഡർ എത്ര വരിക, 1 ആണ് വരിക അല്ലേ. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു 1 ഡിവൈഡ് ബൈ 2 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് അവസാനം 0 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ, 0 പോയിന്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ താഴെ നിന്ന് മുകളിലോട്ട് എടുത്തെഴുതാം. താഴെ നിന്ന് മുകളിലോട്ട് റിമൈൻഡർ വന്നില്ലേ, അത് എടുത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ബൈനറി ഡിജിറ്റ്സ് കിട്ടും. ഇപ്പോൾ സിമ്പിൾ ആയിട്ടൊരു കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 25 എന്ന് പറയുന്ന നമ്പർ ബൈനറിയിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയെന്നാണ്. ആദ്യം ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2 ചെയ്യണം. 25 ഡിവൈഡ് ബൈ 2 12 അല്ലേ. 12 റിമൈൻഡർ എത്ര വരിക, 1. 12 ഡിവൈഡ് ബൈ 2 റിമൈൻഡർ എത്ര വരിക, 6 അല്ലേ. സോറി, കോഷ്യന്റ് എത്ര വരിക, 6. റിമൈൻഡർ 0. ഇനി 6 ഡിവൈഡഡ് ബൈ 2 റിമൈൻഡർ എത്ര വരിക, 3. കോഷ്യന്റ് എത്ര വരിക, 3. റിമൈൻഡർ 0. ഇനി 3 ഡിവൈഡഡ് ബൈ 2 കോഷ്യന്റ് 1, റിമൈൻഡർ 0. ഇനി 1 ഡിവൈഡ് ബൈ 2 അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് കോഷ്യന്റ് എപ്പോഴും 0 വരണം. 0 വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കോഷ്യന്റ് 0 വരുന്ന വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് അൺടിൽ ദ കോഷ്യന്റ് ബിക്കം 0. കോഷ്യന്റ് 0 ആവുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കിട്ടിയ നമ്പർ എന്ത് ചെയ്യണം, ആദ്യം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, അതിന്റെ റിമൈൻഡർ നമ്മൾ വേറെ എടുത്ത് എഴുതണം. ഓക്കെ, ഇനി അതിന്റെ കിട്ടിയ പിന്നെ കോഷ്യന്റ്, അതായത് എത്രയാണോ ഡിവിസിബിൾ അത് വീണ്ടും ഡിവൈഡ് ബൈ 2 ചെയ്യണം. ഏതുവരെ ചെയ്യണം, 0 കിട്ടുന്ന വരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബൈനറി നമ്പർ ആവാൻ വേണ്ടി നമ്മൾ എഴുതേണ്ടത് ബോട്ടം ടു ടോപ്പിലേക്കാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, 25. ഇനി നിങ്ങൾക്ക് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഇനി 36 ആയിക്കോട്ടെ അല്ലെങ്കിൽ 10 ആയിക്കോട്ടെ, ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് അത് അവസാനം 0 എത്തുന്ന വരെ ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ എന്ത് ചെയ്യണം, താഴെ നിന്ന് മുകളിലോട്ട്, അതായത് ബോട്ടം ടു ടോപ്പിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനറി കിട്ടും. അതായത് 1 1 0 0 1 അതാണ് ഇവിടെ ബൈനറി ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓരോന്ന് ക്ലിയർ ആയിട്ട് പോവാം നമുക്ക്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അത് സിമ്പിൾ ആണ്, ഏറ്റവും ബേസ് ആണ്. ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഡിവൈഡ് ബൈ 2 ചെയ്യുക, റിമൈൻഡർ വേറെ എഴുതുക, റിമൈൻഡർ എഴുതി അത് ഡിവിസിബിൾ, നമ്മൾ എത്ര ഡിവൈഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 എത്തുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കിട്ടിയ റിമൈൻഡേഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് എടുത്തെഴുതാം. ഓക്കെ, ഇത് മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ റിപ്ലൈ തരികയാണെങ്കിൽ ഓക്കെ. ഓക്കെ, ലാസ്റ്റ് റിമൈൻഡർ വന്നത് മനസ്സിലായില്ല. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ്. അതായത് 1 ഡിവൈഡഡ് ബൈ 2, 1 പിന്നെ ഒരിക്കലും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് എന്തായാലും 0 അല്ലേ വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം, 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 1 എന്തായാലും എന്ത് ചെയ്യില്ല, 2 ഡിവൈഡ് ആവില്ലല്ലോ. നമ്മൾ മറ്റേതിലേക്കൊന്നും പോകണ്ട, പോയിന്റിലേക്കൊന്നും പോകണ്ട. ഓക്കെ, അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ സോറി അങ്ങനെ വരില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, 25 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 25 ഡിവൈഡ് ബൈ 2 എത്ര വരിക, 12 വരും അല്ലേ. റിമൈൻഡർ എത്ര വരിക, 1 വരും. ഓക്കെ, 12 ഡിവൈഡ് ബൈ 2 കോഷ്യന്റ് 6 വരും, 0 വരും, റിമൈൻഡർ 0 വരും. ഇതൊക്കെ ക്ലിയർ അല്ലേ? 6 ഡിവൈഡ് ബൈ 2 എത്ര, 3 വരും. ഇതെത്ര വരിക, റിമൈൻഡർ 0 വരും. ഓക്കെ, 3 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ഇതെത്ര വരിക, റിമൈൻഡർ 1 വരും അല്ലേ. ഇനി 1 ഡിവൈഡ് ബൈ 2, അത് നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, 1ൽ 2 പോവോ? ഇല്ല, പോവില്ലല്ലോ. 2 × 0 എത്ര, 2 × 0 0 അല്ലേ. അപ്പോൾ 1 അല്ലേ റിമൈൻഡർ വരിക. നോക്കൂ നിങ്ങൾ, 2 × 0 0 ആണ്, 2 × 0 0 ആണ്. അങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒരു നോക്കാം, 11 ഡിവൈഡ് ബൈ 2 അല്ലേ. ഇവിടെ 5 × 2 അതല്ലേ ഇവിടെ എഴുതുക. 5 2 എത്ര, 10. അപ്പൊ റിമൈൻഡർ എത്ര വരിക, 1 അല്ലേ വരിക. അതേപോലെ തന്നെ 2 × 0 എത്ര, 0. അപ്പൊ 1 - 0 1. അങ്ങനെയാണ് ഇവിടെ റിമൈൻഡർ 1 വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ? ക്ലിയർ അല്ലേ മലൂഫ? ഓക്കെ, അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾ പെട്ടെന്ന് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ അറ്റൻറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം, ഇരിക്കണം കേട്ടോ. അതായത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോവുക. അതായത് എപ്പോൾ നിങ്ങൾക്ക് കോഷ്യന്റ് 0, ഇപ്പോൾ ചില ആൾക്കാർ ഇവിടെ 1 കിട്ടി, ഇവിടെ 2 കിട്ടി, എന്നത് 2 പിന്നെ 1 2 പോവില്ല, 0. അപ്പൊ ഇനി ഇവിടെ ഒരു 0 ഇട്ടെടുത്ത് 0.5 ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. പോയിന്റിലേക്കോ 0.5ലേക്കോ ഒന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഷ്യന്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ റിമൈൻഡർ എടുത്ത് എഴുതുക. ഓക്കെ, കോഷ്യന്റ് 0 വരുമ്പോൾ എന്തായാലും ചിലപ്പോൾ ഒരു റിമൈൻഡർ എന്തായാലും ഉണ്ടാവും, ഒരു 1 ആയിട്ട് റിമൈൻഡർ വരും, കാരണം ഡിവൈഡ് ബൈ 2 ആണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 0 അല്ലെങ്കിൽ ഒരു പിന്നെ 1 എന്ത് ചെയ്യും, റിമൈൻഡർ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് 25 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു നമ്പർ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെസിമൽ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫ്രാക്ഷൻ എന്താണ്, നമ്മൾ ഈ ഉണ്ടോ പോയിന്റ് ഒക്കെ ഉള്ള നമ്പർ അല്ലേ, പോയിന്റ് ഒക്കെ വരുന്നതാണ് നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എന്നുള്ളത്. ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, ഇങ്ങനെ വര വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പിന്നെ പോയിന്റ് വരുന്ന നമ്പർ ഇവിടെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ 25 ഒക്കെ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, 25 ഒക്കെ നമ്മൾ ചെയ്തത് ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ, ഡിവൈഡ് ബൈ 2 ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ലാസ്റ്റ് 0 കിട്ടുന്നത് വരെ, ഓക്കെ, 0 കിട്ടുന്നത് വരെ അല്ല എന്ത് ചെയ്യണം, നമ്മൾ
പിന്നെ നമ്മൾ ഇൻറ്റു ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രാക്ഷൻ 0 ആവുന്നത് വരെ നമ്മൾ ഇൻറ്റു ചെയ്തുകൊണ്ടിരിക്കണം, ഇൻറ്റു 2 ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇൻറ്റു 2 ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് വരുന്ന ഡെസിമൽ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2. ഓക്കെ, അത് ഏത് ഫ്രാക്ഷൻ കിട്ടിയാലും എന്ത് ചെയ്യണം, അത് ഇൻറ്റു 2 ചെയ്യണം. അത് ആ നമ്പർ മുഴുവനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം, ആ മൾട്ടിപ്ലിക്കേഷൻ ഒരു പിന്നെ 0 എത്തുന്നത് വരെ നിങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ 0.625 എന്ന് പറയുന്ന നമ്പർ, 0.625 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാണ്, ഏറ്റവും ബേസിലാണ് പറയുന്നത് കേട്ടോ, ഏറ്റവും ബേസിലാണ് പറയുന്നത്. 0.625 എന്ന് പറയുന്ന നമ്പർ, അത് ഇൻറ്റു 2 ചെയ്ത് നോക്കുക. അത് ഇൻറ്റു 2 ചെയ്യുക. അതെങ്ങനെ ചെയ്യാം, ചില ആളുകൾക്ക് നമ്പർ പിന്നെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു നമ്പർ അല്ല ഡോട്ട് എടുത്ത് മാറ്റുക. ഓക്കെ, ഡോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ഡോട്ട് അവസാനം കൊടുത്താൽ എപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും ഡോട്ട് എടുത്ത് മാറ്റുക. ഓക്കെ, എന്നിട്ട് നോക്കാം, 5 × 2 10 അല്ലേ, 1 2 4 5. ഓക്കെ, 6 × 2 എത്ര, 12 അല്ലേ. ഇനി ഈ ഡോട്ടിന് അപ്പുറത്ത് എത്ര നമ്പേഴ്സിന് ശേഷമാണ് ഡോട്ട് വരും നോക്കുക. 1 2 3, ഇവിടെ എത്രയാണ്, 1 2 3. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.250 അതാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ റിസൾട്ട് ആയിട്ട് വന്നത്. അതിന്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റിന് മുമ്പുള്ള പാർട്ട്. ഓക്കെ, നമുക്ക് ഏത് 0 കിട്ടണം, നമുക്ക് 0 കിട്ടുന്നത് ഫ്രാക്ഷണൽ പാർട്ട് 0 കിട്ടുന്നവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 ആണ് എന്ത്, ഇൻറ്റിജർ പാർട്ട്. പോയിന്റിന് മുമ്പ് വരുന്നത് നമ്മൾ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയും. പിന്നെ പോയിന്റിന് ശേഷം വരുന്നത് എന്താണ്, ഫ്രാക്ഷണൽ പാർട്ട് അല്ലെങ്കിൽ ഡെസിമൽ പാർട്ട് എന്നൊക്കെ നമ്മൾ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഇവിടെ 250 ആണ് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ മൊത്തം എടുത്തിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യരുത്. അതായത് 1.250 അല്ല പിന്നെ എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ടത് ഏതാണ്, ഈ ഒരു 250 എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഡെസിമൽ പാർട്ട്, ഫ്രാക്ഷണൽ പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് അല്ല, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 0.500 എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് പോയിന്റിന് മുമ്പ് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, 0 ആണ്. പോയിന്റിന് ശേഷം വരുന്ന എന്താണ്, 500 ആണ് അല്ലെ. ഇനി അത് എന്ത് ചെയ്യണം, വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 0.500 എടുത്തിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 1000 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻറ്റിജർ പാർട്ട് 1ഉം ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്, 000 എന്നാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് നിർത്തണം. അതായത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ എത്ര ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ഒന്നായിരിക്കും അല്ലെ, 0 ആണ് വരിക. കാരണം ഈ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, 0 വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലും എത്ര ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 0 ആയിരിക്കും ആൻസർ കിട്ടുക അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ വെച്ച് നിങ്ങൾ നിർത്തണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ എഴുതിയത് എന്തായിരുന്നു, ബോട്ടം ടു ടോപ്പ് ആയിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എഴുതിയത് ബോട്ടം ടു ടോപ്പ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ താഴെ, ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലെ. ഇതിൽ നമ്മൾ എന്താണ്, നേരെ തിരിച്ചാണ്. അതായത് ഇതിൽ നമ്മളുടേത് നേരെ തിരിച്ചാണ്. അതായത് ടോപ്പ് ടു ബോട്ടം ആണ്, ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ എഴുതേണ്ടത്. ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇത് ഈ ഒരു നമ്പർ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 0.101 ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വരുന്ന നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. അതായത് ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ആ നമ്പർ ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ആ നമ്പർ ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആ പോയിന്റ് ഇൻറ്റിജേഴ്സ് ഇൻറ്റു ചെയ്യാൻ പാടില്ല. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റിന് മുമ്പുള്ള ഇത് അല്ലെ, പോയിന്റിന് മുമ്പുള്ളത് ഡിവൈഡ് ചെയ്യരുത്. പോയിന്റിന് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് 0 എത്തുന്നവരെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇതുണ്ടല്ലോ,
ആൻസർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻറ്റിജർ പാർട്ടിനല്ല, അതിന്റെ ഇൻറ്റിജർ പാർട്ട്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതിൽ എന്താണ്, റിമൈൻഡർ പാർട്ടാണ് എഴുതിയത് അല്ലെ. റിമൈൻഡർ പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അല്ലെ, 10 ചെയ്ത്. ഇതിലെന്താണ് എഴുതേണ്ടത്, ഇൻറ്റിജർ പാർട്ടാണ്. ഇൻറ്റിജർ പാർട്ടാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിന് തൊട്ട് മുമ്പ് വരുന്ന സംഖ്യയാണ് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ എഴുതാറ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൽ നമ്മൾ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ. ആ, റിസൾട്ട് എഴുതിയപ്പോൾ 1.250 എന്നാണല്ലോ ഒന്നാമത്തെ എഴുതിയത്. ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ റിസൾട്ട് എഴുതിയപ്പോൾ അത് എന്താ അറിയോ, അത് റിസൾട്ട് ആയിട്ട് എഴുതിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, റിസൾട്ട് ആയിട്ട് അങ്ങനെയാണ്. കാരണം 0.625 ഇൻറ്റു 2 എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ആൻസർ എന്താണ്, 1.250 ആണ് വരിക. ഓക്കെ, മനസ്സിലായോ? ഹലോ. ഓക്കെ ഓക്കെ ആ 625ന്റെ റിസൾട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് 1.250 എന്നാണ് എഴുതുക. എന്നിട്ട് അതിന് ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റിന്, അതായത് ഡോട്ടിന് തൊട്ട് മുമ്പ് വരുന്നതാണ്. ഈ ഒരു പോയിന്റിന് തൊട്ട് മുമ്പ് വരുന്ന സംഖ്യയാണ് എന്ത്, 1. പോയിന്റിന് ശേഷം വരുന്നതാണ് എന്ത്, 250. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുള്ളൂ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് ഈ ഒരു സംഖ്യ എടുത്തിട്ട് 250 എടുത്തിട്ട് വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 500 വരിക. ഓക്കെ, അപ്പോൾ 500ന്റെ 0.500 വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇൻറ്റിജർ പാർട്ട് 0 ആയത്. ഓക്കെ, ഇൻറ്റിജർ പാർട്ട് 0 ആവാൻ കാരണം എന്താണ്, 0.500 വന്നുകൊണ്ടാണ്. അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് 500 എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആ ഫ്രാക്ഷണൽ പാർട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കറിയാലോ 500 ഇൻറ്റു 2 എന്താ, 1000 ആണ് അല്ലേ. 1000 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3.500 എന്ന് പറയുന്ന 3 അക്കത്തിന് ശേഷമാണ് ഡോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 3 അക്കത്തിന് ശേഷം ഇവിടെയും ഡോട്ട് കൊടുത്തു. അപ്പോൾ 1 മാത്രം എന്ത് ചെയ്തു, ഇൻറ്റിജർ ആയി. 000 എന്തായി, ഫ്രാക്ഷണലായി. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് 0 കിട്ടിയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എഴുതേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടാണ്, 101. അപ്പോൾ ആൻസർ വരിക എന്താണ്, 0.101 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. കാരണം പിന്നെ ഇതാണല്ലോ, ഫ്രാക്ഷണലിലാണല്ലോ, പോയിന്റ് ഇട്ടുള്ള ഇതായതുകൊണ്ട്, ചോദ്യമായതുകൊണ്ട് ആൻസർ എഴുതുന്ന സമയത്ത് 101 എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 101 എന്ന് എഴുതരുത്. 0.101 എന്നാണ് എഴുതേണ്ടത്. 0.101 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? റിസൾട്ടിൽ പോയിന്റിന് മുമ്പ് ഏത് സംഖ്യയാണെങ്കിലും ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 0 ആക്കണം അല്ലേ. ക്ലിയർ ആയില്ല, അതുകൊണ്ട് പറ. റിസൾട്ട് എഴുതുമ്പോൾ പോയിന്റ് 1 പോയിന്റ് എന്നാണല്ലോ, അത് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 1 എന്നുള്ളത് 0 ആകും എന്തായാലും. അത് നമ്മളെന്താ വെച്ചാലേ, ഈ ഇപ്പോ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിന്റെ ഇൻറ്റിജർ പാർട്ടാണ് എന്ത്, 2. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട് എന്താ, 5 ആണ്. അതേപോലെ നമ്മൾ ഈ ഒരു റിസൾട്ട് ഉള്ള 1.250 എന്നുള്ളത് നമ്മൾ വേറെ വേറെ എഴുതിയെന്ന് മാത്രം, 2 കഷ്ണാക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ 2.56 എത്ര നമ്പർ ഉണ്ടായിക്കോട്ടെ, ഈ 2 മാത്രമാണ് എന്ത്, ഇൻറ്റിജർ പാർട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഈ പോയിന്റിന് ശേഷം എത്ര നമ്പർ വന്നാലും അതെന്താണ്, ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പൊ അത് 2 പീസായിട്ട് എഴുതണം. അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഹലോ. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, അങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. മുമ്പ് നമ്മൾ നോക്കിയിട്ടുള്ളത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കേണ്ട കേട്ടോ. കാരണം എപ്പോഴും മാറിപ്പോകുന്നതാണ്. ചില ആളുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒക്കെ പഠിച്ചു പോയ ആളുകളായിരിക്കും. പക്ഷെ പ്രശ്നം വരും എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ പിന്നെ ആൻസർ വരും, അതിൽ ആൻസറിൽ നിന്നുണ്ടാവും 0. നിങ്ങളിതൊക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യും, പക്ഷെ ആൻസറിൽ ചിലപ്പോൾ ഈ ഒരു ആൻസർ ഉണ്ടാവും, അതായത് 101 മാത്രം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൻസർ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യും. അപ്പോൾ 0.101 ചെയ്യണം, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നമ്പേഴ്സും ഫ്രാക്ഷണൽ പാർട്ടും വരുന്നത്, ബോത്ത് ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട്, ഇത് രണ്ടും പാടെ ചേർന്ന് വരുന്നത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു,
0 ആണ് അല്ലേ? 0.625 ആണ് നമ്മൾ ചെയ്തത്. ഈ 0ന്റെ മുമ്പിൽ 6ഓ 1ഓ 2ഓ അല്ലെങ്കിൽ 53ഓ എന്ത് ഡിജിറ്റ് വന്നാലും അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്രാക്ഷൻ, ഇവിടെ 0 ആണ് നമ്മൾ വന്നിട്ടുള്ളത്, ഇൻറ്റിജർ ആയിട്ട് 0 ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 13 വളരെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. 13.375 എന്ന് പറയുന്ന നമ്പർ ബൈനറിയിലേക്ക് ആക്കാനാണ്. 13.375. അപ്പം നമ്മൾ രണ്ടും എന്ത് ചെയ്യണം? രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അതായത് റിമൈൻഡർ ഒക്കെ എടുത്ത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 13/2. ആൻസർ 6 ആണ്, കോഷ്യന്റ് 6 ആണ്, റിമൈൻഡർ 1 ആണ്. ഈ റിമൈൻഡർ ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. അത് എളുപ്പം. ഇങ്ങനെ ഈ ഒരു കുരിശ് രൂപത്തിൽ ഇങ്ങനെ എഴുതി പോയാൽ മതി. അപ്പം എന്താ ഗുണിച്ചാൽ 13/2 എത്രയാണ്? 6 ആണ്. ഓക്കെ, 6 ആണ്. അതിൻ്റെ പിന്നെ റിമൈൻഡർ 1 ആണ് വരിക. അങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം വരിക. അങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കംഫേർട്ട് ഏതാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ജസ്റ്റ് എന്തായാലും എന്ത് ചെയ്യാം, ഒന്ന് പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ 1 to 20 ഉണ്ടല്ലോ, ഇപ്പോൾ സാധാരണ കുട്ടികൾ പിന്നെ ലിസ്റ്റും ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ പോകാറുണ്ട്, അതായത് പഠിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണാതൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇതിനെ നമ്മൾ സാധാ പോലെ 13/2 6 ആണ് കോഷ്യന്റ്, റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ കൊടുത്ത് എഴുതാം. ഇവിടെ എന്താണ്? 6/2 ആൻസർ 3 ആണ്. 6 3 പ്രാവശ്യമാണ് പോവുക, റിമൈൻഡർ 0 ആണ്. പിന്നെ എന്ത് ചെയ്യണം? ഈ 3 എടുത്തിട്ട് ഡിവൈഡ് ചെയ്യണം. എന്താ വരിക? റിമൈൻഡർ 1 ആണ് വരിക. പിന്നെ 1/2 നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1/2 എന്താണ്? 0 ആണ് വരിക. അല്ല സോറി, റിമൈൻഡർ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 1011. ഓക്കെ, 1011 എന്നുള്ളതാണ് ബോട്ടം ടു ടോപ്പ് ടു ബോട്ടം. അപ്പം നമ്മൾ ഇത് എടുത്തെഴുതേണ്ടത് എങ്ങനെയാണ്? താഴെന്ന് മുകളിലേക്കാണ്. അപ്പം ആൻസർ വരിക 1101 എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ബൈനറി ആയിട്ട് വരിക. കഴിഞ്ഞിട്ടില്ല, നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, അതായത് ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, അതോടൊപ്പം തന്നെ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇനി ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുമ്പ് പഠിച്ചു. ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ ഇൻറ്റു 2 വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 375 ഇൻറ്റു 2 എന്താണ്? 0.750 അല്ലേ? 0.750 എന്നുള്ളതാണ്. അതിൻ്റെ ഇൻറ്റിജർ എന്താണ്? ഇത് ഇൻറ്റിജർ ആട്ടോ, നിങ്ങൾ പറഞ്ഞു കൺഫ്യൂഷൻ ആവരുത്. ഇത് ഇൻറ്റിജർ ആണ്, ഇത് റിമൈൻഡർ ആണ്. ഏതാണ് എടുത്ത് എഴുതേണ്ടത്? അവസാനം നമുക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് വേണ്ടത് ഫ്രാക്ഷണൽ പാർട്ടിൽ വേണ്ടത് എന്താണ്? ഇൻറ്റിജർ ആണ്. അതോടൊപ്പം തന്നെ പിന്നെ ഡിജിറ്റ്സിലാണെങ്കിൽ, നമ്മൾ നോർമൽ ഡിജിറ്റ്സിലാണ് നമുക്ക് വേണ്ടത് എന്താ? റിമൈൻഡർ ആണ് വേണ്ടത്. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിൽ പിന്നെ 0.375 ഇൻറ്റു 2 എന്നുള്ളത് 0.750 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അത് 0 എന്ന് എഴുതുക, കാരണം ഇവിടെ ഇൻറ്റിജർ പോയിന്റിന് മുമ്പ് 0 ആണ് വന്നിട്ടുള്ളത്. പിന്നെ വീണ്ടും ചെയ്യേണ്ടത് 0.750 ഇൻറ്റു 2. അപ്പോൾ എന്താണ്? 750 ഇൻറ്റു 2 എന്താ? 1500 അല്ലേ? അപ്പോൾ 1500 എന്ന് എടുത്ത് എഴുതുക. 3 ഡോട്ട് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 1.500. അപ്പോൾ 1 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ 1 എടുത്ത് എഴുതുക. ഓക്കെ, 1 എടുത്ത് എഴുതുക. ഇനി വീണ്ടും നമ്മൾ ചെയ്ത പോലെ 500 ഇൻറ്റു 2 എന്താ വരിക? 1.000. അപ്പോൾ ആ ഇൻറ്റിജർ 1 എടുത്ത് എഴുതാം അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലല്ലോ, എന്ന് നേരത്തെ പറഞ്ഞില്ലേ. കാരണം ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ പാർട്ട് 000 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ആൻസർ വരിക? അതായത് 0.011 എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിൾ ആണ്. ഫൈനൽ ബൈനറി ആയിട്ട് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആൻസറും പിന്നെ നമ്മൾ രണ്ടാമത് കിട്ടിയ ആൻസറും എന്ത് ചെയ്യാം? കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഫ്രാക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി കാണുക. അതോടൊപ്പം തന്നെ മറ്റേ സാധാ നമ്പേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 2 ആണ്, ഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റു 2 ആണ്. അങ്ങനെയാണ് നമ്മൾ ബൈനറി കാണുക. ഓക്കെ, ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കൂ.
ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കും നിങ്ങളുടെ നോട്ട്ബുക്കിലോ നിങ്ങളെ പിന്നെ ലെക്ചർ നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കും. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഇപ്പൊ 10 അല്ലേ, അത് സിമ്പിൾ അല്ലേ. 10 ഡിവൈഡ് ബൈ 2 എത്ര? 5 അല്ലേ. റിമൈൻഡർ 1 ആണ് വരിക അല്ലേ. 5 ഡിവൈഡ് ബൈ 2 എത്ര വരിക? 5 ഡിവൈഡ് ബൈ 2 നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് പോവാം. 5 ഡിവൈഡ് ബൈ 2 ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് ആകുമ്പോൾ കുറച്ച് ബാക്കിൽ മാത്സ് ഒന്നും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലേ ചിലപ്പോൾ അവർക്ക് അറിയുള്ളൂ അല്ലേ. 2 × 2 4. അപ്പൊ റിമൈൻഡർ എന്താ വരിക? 1 അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്ര വന്ന് നമ്മൾ റിമൈൻഡർ 0 വന്നു. പിന്നെ ഇപ്പം എന്ത് ചെയ്തു? റിമൈൻഡർ 1 വന്നു അല്ലേ. പിന്നെ ഇനി ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ പറ, ആരെങ്കിലും പറ. ഇനി ഏതുകൊണ്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്? 2. 2. അപ്പൊ എന്താ വരിക? 2 ഡിവൈഡ് ബൈ 2. 2 ഡിവൈഡ് 2 എന്താണ്? 2 ഡിവൈഡ് ബൈ 2 എന്താ? 1. 1. 2 ഡിവൈഡ് 2. ആൻസർ 1 ആണ്. നമുക്ക് റിമൈൻഡറാണ് വേണ്ടത്. റിമൈൻഡറാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പം എന്താ വരിക? 0 എന്നാ വരിക അല്ലേ. അപ്പൊ എഴുതേണ്ടത് താഴെ നിന്ന് മുകളിലോട്ടാണ് അല്ലേ. അപ്പൊ എന്താ ബൈനറി വരിക? 0 1 0 എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഓരോ ആൻസേഴ്സ് നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്കുക. ഇത് ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. ഇത് ഡിവൈഡ് ബൈ 2 0 കിട്ടുന്ന വരെ ഡിവൈഡ് ബൈ 2 ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് 0 ആവേണ്ടത്? കോഷ്യന്റ് 0 ആവുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ വീണ്ടും ചെയ്യാണ്ട് കേട്ടോ, നേരത്തെ 1ന്റെ ഒന്നുകൂടി ചെയ്യാണ്ട്. കാരണം 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കരുത്. വീണ്ടും എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യണം. എന്നിട്ട് അതിന്റെ റിമൈൻഡർ വരുന്നവരെ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് വരും, അതായത് 0 1 1 0 എന്നുള്ള രീതിയിൽ വരും കേട്ടോ. ഇനി 0.75 അത് ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 2 ചെയ്ത് എത്ര വരിക? ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? പെട്ടെന്ന് പറ, നിങ്ങൾ പറ. ഞങ്ങളുടെ മാത്സ് ക്ലാസ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം. 0.75 അതൊന്ന് ചെയ്ത് നോക്കൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കോളൂ. 1.5. 1 പോയിന്റ് എത്ര വരിക? 1.5 അല്ലേ. 1.5 ആണ് വരിക അല്ലേ. അപ്പോൾ 1.50 എന്ന രീതിയിൽ തന്നെ എഴുതിക്കോളൂ. 1.50 അല്ലേ. അപ്പോൾ 50 എന്താണ്? വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യൂ അല്ലേ. 0.50 അല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇൻറ്റിജർ മാറ്റി നമ്മൾ എഴുതും. 1 എന്നുള്ളത് വേറെ മാറ്റി എഴുതും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാ ചെയ്യുക? പിന്നെ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ 0.5 അല്ലെങ്കിൽ 0.50 അങ്ങനെ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അങ്ങനെ എഴുതാം. അത് വീണ്ടും എന്ത് ചെയ്യും? ഇൻറ്റു 2 ചെയ്യും. അപ്പോൾ എന്താ വരിക? അപ്പോൾ 100 ആണ് ആൻസർ വരിക അല്ലേ. 100 ആൻസർ വരുമ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് എന്താണ്? 0 വന്നു അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക? 11 എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക. ഓക്കെ, ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോവാ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതിൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇത് ഒരു ഭാഗം നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ 2 19 ഡിവൈഡ് ബൈ 2 ചെയ്ത് അവസാനം കോഷ്യന്റ് 0 ആവുന്ന വരെ ചെയ്യുക. ഇത് 0.625 എന്നുള്ളത് ഇൻറ്റു 2 ചെയ്തിട്ട് അവസാനം എന്താണ്? പോയിന്റിന് ശേഷം 0 വരുന്ന വരെ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ എന്തെങ്കിലും ഒരു റിപ്ലൈ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണോ? ഇത്ര നേരം നമ്മൾ പറഞ്ഞതിൽ നമ്മളിനി വേറൊരു പാർട്ടിലേക്കാണ് പോകുന്നത്. അതാണ്. $45 ചെയ്യണോ? ഓക്കെ, 45 നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് 45 ഡിവൈഡ് ബൈ 2 എത്രയാണ്? നിങ്ങളത് ആൻസർ പറ. 44 എത്ര വശം പോവാം? 44 എത്ര വശം പോവാം?
2. 45 എത്ര പ്രാവശ്യം പോവാം? പറഞ്ഞോളൂ, നിങ്ങൾ ആൻസർ പറഞ്ഞു, ഞാൻ ചാറ്റ് നോക്കുന്നില്ല. 44 അല്ലേ? 44 എന്താ വരിക? അപ്പോൾ റിമൈൻഡർ 1 വരിക അല്ലേ? അപ്പോൾ 1 എടുത്ത് എഴുതാം. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താ? 22 കൊണ്ടാണ് അല്ലേ? 22 ഡിവൈഡ് ബൈ 2 എത്ര വരിക? 11 വരിക അല്ലേ? 2 × 11 22 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ 0. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടാ? 11 കൊണ്ടാണ് അല്ലേ? 11 ഡിവൈഡ് ബൈ 2 എത്ര വരിക? 5, 10. അപ്പോൾ എത്ര വരിക? 1. അപ്പോൾ റിമൈൻഡർ 1 ആണ് വരിക അല്ലേ? ഇനി 5 ഡിവൈഡ് ബൈ 5 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാപ്പാടാവണം കേട്ടോ, കാരണം എല്ലാതും അങ്ങോട്ടൊക്കെ എത്തും. അപ്പോൾ അങ്ങനെ രീതിയിൽ പഠിക്കാം. ബൈ 2 എത്ര വരിക? 2 × 2 4. റിമൈൻഡർ 1 ആണ് വരിക അല്ലേ? ഇനി എന്താണ്? 2 ഡിവൈഡ് ബൈ 2. ഇതൊക്കെ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണമെന്ന് വെച്ചാൽ സംശയമുള്ളവരുണ്ടാവും. 1 ആണ് വരിക. 2 × 1 2 അല്ലേ? 0. അപ്പോൾ റിമൈൻഡർ 0 എഴുതുക അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 1 ഡിവൈഡ് ബൈ 2. 1 ഡിവൈഡ് ബൈ 2. 1 ഡിവൈഡ് ബൈ 2 എന്താ? 0 ആണ് അല്ലേ? 2 × 0 2 × 0 0. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1 - 0 1. അപ്പോൾ 1 എഴുതുക. അപ്പോൾ ഇതിൻ്റെ ബൈനറി എന്തായിരിക്കും? 45ൻ്റെ ബൈനറി എന്തായിരിക്കും? 1 താഴ്ന്ന് മോൾക്കാണ് എഴുതുക. 1 0 മിനിറ്റ് 1 0 1 1 0 1. ഓക്കെ, 1 0 1 1 0 1. ഇതാണ് അതിൻ്റെ പിന്നെ ബൈനറി ആയിട്ട് വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, അത് അത്രേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഓരോന്നും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നെറ്റ് എക്സാമിൽ ഇതൊന്നും ചെയ്യാൻ ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെ സ്പീഡാക്കുക നിങ്ങൾ പെട്ടെന്ന്. കാരണം ഇത് നിങ്ങൾ കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് 3 4 5 ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സമയം നിങ്ങൾ കവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശീലിക്കാൻ വേണ്ടി ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 5ഉം അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിജിറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ബൈനറി കാണാപ്പാഠം പഠിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പഠിച്ചു പോവുക കേട്ടോ. ഇത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നേരെ തിരിച്ച് ബൈനറി എങ്ങനെയാണ് നമ്പർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ബൈനറി ഡിജിറ്റ്സ് എങ്ങനെയാണ് നമ്പർ ആയിട്ട് കൺവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേത് ക്ലിയർ അല്ലേ? മറ്റേത് നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത് അല്ലേ? അതായത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സാധാ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 35 45 145 ഏത് നമ്പർ ആയിക്കോട്ടെ, സാധാ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് അല്ലേ? അത് ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് അവസാനം കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരം 0 ആവുന്നവരെ, റിമൈൻഡർ 0 ആവുന്നവരെ അല്ല, ഉത്തരം 0 ആവുന്നവരെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ആ റിമൈൻഡർ എടുത്തിട്ട് എന്ത് ചെയ്യാം? താഴെ നിന്ന് മുകളിലേക്ക് എഴുതാം. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത് നമ്മൾ പഠിച്ചത് പോയിന്റ് വരുന്നതാണ്, ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് വരുന്നതാണ്. അങ്ങനെ വന്ന നമ്പേഴ്സ് ഒക്കെ ചെയ്യേണ്ടത് ഇൻറ്റു 2 വെച്ച് ചെയ്യാം. ഇൻറ്റു 2 ചെയ്യാം. ഇൻറ്റു ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാത്തവർക്ക് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം. ഒരു നമ്പർ ഇൻറ്റു ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇൻറ്റു ഡോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ 0.625 ഇൻറ്റു 2 ആണെങ്കിൽ 625 എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇൻറ്റു 2 ചെയ്യാം. എന്നിട്ട് എത്ര നമ്പറിന് ശേഷമാണ് പോയിന്റ് വരുന്നത് നോക്കുക, അവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. അതായത് ഇവിടെ 3 നമ്പർ 6 2 5ന് ശേഷമാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ ആൻസറിൽ എന്ത് ചെയ്യുക? 3 നമ്പറിന് ശേഷം ഒരു കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, 6 2 5 അതിൻ്റെ ആൻസർ 1250 വരിക. അപ്പോൾ 1250 നിങ്ങൾ എവിടെ കുത്തിടുന്നതെന്ന് സംശയമുള്ളവർ 3 നമ്പറിന് ശേഷമാണ് എന്ത് ചെയ്തത്? നമ്മൾ പിന്നെ ഇൻറ്റു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്പറിന് ശേഷം എന്ത് ചെയ്യാം? ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടും സെപ്പറേറ്റ് എഴുതുക. എന്നിട്ട് ഇതിൽ ചെയ്യേണ്ടത് എന്താണ്? ഇൻറ്റിജർ പാർട്ട് മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് എഴുതുക. അങ്ങനെയാണ് ഇതിൽ കിട്ടുക. ഓക്കെ, ഇനി അത് രണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് മൂന്നാമത് നമ്മൾ പഠിച്ചത്. ഇൻറ്റിജറും ഫ്രാക്ഷണൽ പാർട്ടും കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ബൈനറിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്. പിന്നെ ഇതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനുമാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ 1 1 0 0 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെയാണ്. അതെങ്ങനെയാണ് പിന്നെ ഡെസിമൽ പോയിന്റിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്.
അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പൂർത്തീകരിക്കാം. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം ഇവിടെ പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഏകദേശം 1 മണിക്കൂറായി ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആവും നിങ്ങൾക്ക്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഈ ഒരു ഒറ്റ ടെക്നിക്ക്. ഇതിൽ ബൈനറിയിൽ നിങ്ങളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബൈനറി ഡിജിറ്റ്സിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതായത് ഇടത്ത് നിന്ന് വലത്തോട്ട് വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് മനസ്സിലാക്കാം. ഞാനൊരു നമ്പർ ഇവിടെ എടുക്കാം. ഇപ്പോൾ ഈ ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ *2 ആണ്. *2 റേസ് ടു പിന്നെ ഒരു മിനിറ്റ് 1 3 4 2. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പേഴ്സിന്റെ ഒരു വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 4 നമ്പർ ഉണ്ട് അല്ലേ? ഈ 4 നമ്പർ ഉണ്ട്. ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് നമ്പർ ചെയ്യാൻ തുടങ്ങാം. 2 റേസ് ടു 0, 2 റേസ് ടു 1. ഇത് ബേസ് ആട്ടോ, ബേസ് ആണ് പറയുന്നത്. 2 റേസ് ടു 2, 2 റേസ് ടു 3. ഓക്കെ, അപ്പോൾ ഈ നമ്പറിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക 1 × 2 റേസ് ടു 3. കണ്ടോ, 1 × 2 റേസ് ടു 3. കാരണം 2ന്റെ പവർമയാണ് ഫുള്ള് കളി. മറ്റത് നമ്മൾ കളിച്ചത് എങ്ങനെയാണ്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് തൊട്ട് മുമ്പുള്ളത് നമ്മൾ ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത്, ഹലോ ഞാൻ പറയാം. അതായത് പിന്നെ ഇവിടെ നമ്മൾ നോക്കുന്നതേ പിന്നെ നമ്മുടെ വോൾ നമ്പേഴ്സ്, നമ്മൾ സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സിന് ഒരു പവർ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു പവർ സിസ്റ്റം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാ ഇപ്പൊ 1011 എന്ന് പറയുന്ന നമ്പർ എടുക്കുക, ജസ്റ്റ് എടുക്കുക. 1011 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. ഓക്കെ, ആ നമ്പറിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ പ്ലേസ് വാല്യൂ എന്ന് പറയും. പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നമ്പറിന്റെയും സ്ഥാനത്തിനനുസരിച്ച് അതിന് വില കൊടുക്കുക. അതായത് ഓരോ നമ്പറിനും സ്ഥാനത്തിനനുസരിച്ച് വില കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് വാല്യൂ എന്ന് കൊടുക്കുക. ഇതൊരു സാങ്കല്പികമാണ്. ഇത് നമ്മൾ സങ്കല്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാൽക്കുലേഷനും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി സങ്കല്പിക്കുകയാണ്. പിന്നെ അത് ഉള്ളതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും നമ്മൾ പോകണ്ട. ഈ പ്ലേസ് വാല്യൂ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ട് പോകും തോറും എന്ത് ചെയ്യും, മൂല്യം കുറയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1 2 3 4 5 എന്ന് പറയുന്ന നമ്പർ വിചാരിച്ചോ. ഓക്കെ, ഇതിന്റെ 3ന്റെ പ്ലേസ് വാല്യൂ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അവസാനമുള്ള നമ്പറിന് നിങ്ങൾ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 0 ആണ്. എത്ര നമ്പർ, ഇനിയിപ്പോ ഒരു 10 ഒക്കെ ഉണ്ടാവും, വാല്യൂ എന്ന് പറഞ്ഞാൽ 2 റേസ് ടു ഹലോ കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പോഴോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര നമ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ആ കിട്ടിയ നമ്പറിന്റെ ലാസ്റ്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ *2 റേസ് ടു 0 ആണ്. *2 റേസ് ടു 0 ആണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണക്കാക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ 5ന്റെ ഒരു പിന്നെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 × 2 റേസ് ടു 0 ആണ്. 2 റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, 2 റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇപ്പോൾ നമ്മൾ ഏത് നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇപ്പോൾ 10 റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, 1 ആണ്. ഇനി 16 റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇനി ഏത് നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. അതൊരു ബേസിക് നോളജ് ആണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഇനി ഏത് നമ്പർ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ നമ്പർ തന്നെയാണ്. ഇനിയിപ്പോൾ 20 റേസ് ടു 1 എന്താണ്, ആ 20 തന്നെയാണ്. 20 റേസ് ടു 1 എന്താണ്, 20 ആണ്. 2 റേസ് ടു 1 എന്താണ്, 2 ആണ്. 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 20 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പോൾ ഏത് നമ്പർ റേസ് ടു 0 ആണെങ്കിൽ 1 ആയിരിക്കും. ഏത് നമ്പർ റേസ് ടു 1 ആണെങ്കിൽ അത്
ആ നമ്പർ തന്നെ ആയിരിക്കും. ഏത് നമ്പറാണോ നമ്മൾ റേസ്റ്റ് കൊടുക്കുന്നത് അതായിരിക്കും. അപ്പോൾ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും വാല്യൂ കുറയുന്ന ഒരു സിസ്റ്റമാണ്. ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തിൽ നിന്ന് വലത്തോട്ട് പോകും തോറും വാല്യൂ കുറയുന്ന ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഓരോ നമ്പേഴ്സിനും ഒരു വാല്യൂ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ പ്ലേസ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനറി നമ്പറിന്ന് വോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറി നമ്പർ പറഞ്ഞാൽ എന്താ, 101101 അതാണ് ബൈനറി നമ്പർ അല്ലേ. അതിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 36, 06, 37, 38 അങ്ങനെ സാധാ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ബേസിക് കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, വാല്യൂ നമ്മൾ സാങ്കല്പികമായിട്ട് ഈ 2ന്റെ പവറിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, നമ്പർ ഓഫ് ഒരു ഡിജിറ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ചാട്ടോ പ്ലേസ് വാല്യൂ കണക്കാക്കുന്നത്. ഇപ്പോൾ 1 1 2 3 ഇതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 1 2 3 4. ഓക്കെ, ഇതിൽ 4 ഡിജിറ്റ്സ് ആണുള്ളത് അല്ലേ. 1 1 2 3 എന്നുള്ളതിൽ 4 ഡിജിറ്റ്സ് ആണുള്ളത്. ഇതിൻ്റെ പ്ലേസ് വാല്യൂ കണക്കാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് എന്ത് ചെയ്യണം, 3 ആണ്. 3 ഇൻറ്റു ഏതാ വരിക പറഞ്ഞോളൂ, 2⁻0 ആണ്. ലാസ്റ്റ് ഡിജിറ്റിന് എപ്പോഴും എന്ത് ചെയ്യണം, 2⁻0 കൊടുക്കണം. അതിന് തൊട്ട് വരുന്ന എന്താണ്, 2 ഇൻറ്റു 2⁻1. ഇനി അതിന് തൊട്ട് മുമ്പ് എന്തായിരിക്കും, 1 ഇൻറ്റു 2⁻2. ഓക്കെ, ഫസ്റ്റ് വരുന്ന എന്തായിരിക്കും, 1 ഇൻറ്റു 2⁻3. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം പ്ലേസ് വാല്യൂ കണക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 ഇൻറ്റു 2⁻3 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 2 ഇൻറ്റു 2⁻1 പ്ലസ് 3 ഇൻറ്റു 2⁻1. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 3 ഇൻറ്റു 2⁻0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ 3 ഇൻറ്റു 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ് അല്ലേ. 2 ഇൻറ്റു 2⁻1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. അപ്പൊ 2 ഇൻറ്റു 2 എന്താണ്, 4 ആണ്. ഓക്കെ, അതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഈ 1123 എന്ന് പറയുന്ന നമ്പറിൽ 3ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്താണ്, 3 തന്നെയാണ്. ഓക്കെ, 2ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്, 4 ആണ്. കാരണം 2 ഇൻറ്റു 2⁻1 ആണ്. അതെന്താണ്, 2 ഇൻറ്റു 2 4 ആണ്. ഇനി 1ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 1 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഡിജിറ്റ് അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു 4 ആണ് അല്ലേ. 2⁻2 എന്താണ്, 4 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. ഇനി ഫസ്റ്റ് ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2⁻3 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2⁻4 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്താ, 2 ഇൻറ്റു 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 അല്ലേ. അങ്ങനെ അതാണ് അതിന്റെ ഇത് വരിക. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ വോൾ നമ്പേഴ്സിന് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ബൈനറി നമ്മൾ വോൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലേസ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ തറവാക്കുക, അതിലൊരു കൺഫ്യൂഷനും പാടില്ല. അതിൽ ഇടത് നിന്ന്, ഇപ്പൊ ഏതാ ഇടത് ഏതാ വലത് എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇടത് അല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, ഇടത്തിൽ നിന്ന് വലതോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞു വരുന്നതിനാണ്, വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ 1 2 4 3 5 ഓക്കെ, 1 2 3 4 5 1 2 4 3 5 എന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് അക്കന് നിങ്ങൾ കൊടുക്കേണ്ട പ്ലേസ് വാല്യൂ എന്താ, 2⁻0 എന്നുള്ളതാണ്. പിന്നെ 2⁻1, 2⁻2, പിന്നെ 2⁻3, പിന്നെ 2⁻4. ഇതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. ഇതാണ് ഇതിന്റെ ബേസിക്, അതായത് ബൈനറിയിൽ നിന്ന് വോൾ നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ബേസിക് കാര്യം അതാണ്. ഓക്കെ, ഈ ഒരു ബേസിക് മാത്രം ഞാൻ ഇന്ന് പറയുന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കാം. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും ഇപ്പൊ തന്നെ അയച്ചു തരാം. ഓക്കെ,
മറ്റേതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അയക്കുക. ക്ലാസ് എടുക്കാത്ത ഭാഗം കൂടി ചിലപ്പോൾ അതിൽ ഉൾപ്പെടും. കാരണം നമ്മൾ ഒരുപാട് ഡ്യൂറേഷൻ ആയി പോകും. കാരണം മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് എടുത്തതിൽ എന്ത് ഡൗട്ടാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഇന്ന് എടുത്തതിൽ എന്ത് ഡൗട്ടാണ് ചോദിച്ചോളൂ. നമ്മൾ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഒന്ന് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോവാം കേട്ടോ. കാരണം ഇത് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു പോവാം. ചില നമ്പേഴ്സൊക്കെ ഒരു ഏറ്റവും ഉദാഹരണം തന്നെ ഇപ്പോൾ ഒരു 12 എത്തിക്കഴിഞ്ഞാൽ 12 ശേഷം വരുന്നതൊക്കെ, അല്ലെങ്കിൽ ഒരു നമ്പർ 12 ആണ് തന്നു വെച്ചാൽ 12 ശേഷം വരുന്നതൊക്കെ ഇങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത് പഠിച്ചു പോവാം. ഓക്കെ, അതിൻ്റെ ഒരു കൺവേർഷൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ പഠിച്ച് അങ്ങനെ ചെറിയ നമ്പേഴ്സൊക്കെ പഠിച്ചു പോവാം. അതൊക്കെ എളുപ്പമായിരിക്കും. കാരണം ടൈമാണ് ഇതിൽ പ്രധാനം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്ലിയർ ആണോ? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റിപ്ലൈ തന്നാൽ നന്നായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുന്നത് നന്നായിരുന്നു. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ എനിക്ക് ബേസിക്കലി ഈ മാത്സിനോടൊന്നും വലിയ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഇതിന് വേണ്ടി നെറ്റിന് വേണ്ടിയിട്ട് ഈ മാത്സും അങ്ങനെയുള്ള അരിത്മെറ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എനിക്കിപ്പോൾ ഒരു മൂന്നിലധികം നെറ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം ഞാൻ ഈ എക്സാം JRF ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നെറ്റ് എപ്പോഴും ഇങ്ങനെ കിട്ടും. JRFിലേക്കുള്ള ഒരു പിന്നെ ഒരു എന്താണ് ദൂരം നമ്മളിങ്ങനെ കുറച്ച് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ രീതിയിൽ തന്നെ പഠിച്ചു പോവാം. പിന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് ചില നമ്പേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ബൈനറി നമ്പേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അത് തന്നെയാണ് വരിക. ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആർക്കും ഡൗട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, എന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.